കൊല്ലം ഓച്ചിറയിലെ ബാറിൽ സംഘർഷം. മദ്യപിക്കാനെത്തിയവരും ജീവനക്കാരും തമ്മിലാണ് തല്ലുണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ സംഘർഷത്തിൽ ബാർ ജീവനക്കാർക്ക് പരിക്കേറ്റു. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയവരാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഓച്ചിറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, മദ്യപിക്കാനെത്തിയവർ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്, ജീവനക്കാരെ മർദ്ദിക്കുന്നുണ്ട്, അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു, ഈ കുപ്പികളടക്കം എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? പ്രകോപന കാരണം എന്താണ്? ഈ ജീവനക്കാരുമായുള്ള പ്രശ്നമാണോ? ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് തിങ്കളാഴ്ച ആണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി സമയത്താണ് ഓച്ചിറയിലുള്ള ഒരു ബാറിലേക്ക് ഒരു 5 അംഗ സംഘം കടന്നു വരുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആദ്യം ഇവർ റിസപ്ഷനിലാണ് അക്രമം നടത്തിയത്. റിസപ്ഷനിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും തുടർന്ന് ബാർ കൗണ്ടറിലേക്ക് എത്തിയിട്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള അക്രമം നടത്തിയിരിക്കുന്നത്. കുപ്പി, അതായത് സോഡ കുപ്പികളാണ് അടിച്ചു ഉടയ്ക്കുന്നത്, അതുപോലെ തന്നെ ഗ്ലാസുകൾ അടിച്ചുടയ്ക്കുന്നുണ്ട്. മദ്യപിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ കസേര എടുത്ത് നിലത്തടിക്കുന്ന അങ്ങനെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഓച്ചിറയിൽ നടന്ന ഒരു ബാറിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓച്ചിറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാർ ഉടമയുടെ പരാതിയിന്മേലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനത്തിലാണ് ഇവർ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അങ്ങനെ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വാഹന ഉടമയെ വിളിച്ചപ്പോൾ ഈ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലാണ് പോലീസിന് വിവരം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് പോലീസ് പറയുന്നത് ഞായറാഴ്ച ദിവസം ഈ സംഘാംഗങ്ങൾ മദ്യപിക്കാൻ എത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ബാർ സമയം കഴിഞ്ഞിട്ടും ഇവർ മദ്യം ചോദിച്ചു. അപ്പോൾ ഇത് മദ്യം കൊടുക്കാത്തതിലുണ്ടായ ഒരു തർക്കവും വിരോധവുമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. അന്നേരവും ഇത്തരത്തിലുള്ള ഒരു ബാർ ജീവനക്കാരുമായിട്ട് തർക്കത്തിലേർപ്പെട്ട് വലിയ ഭീകരാന്തരീക്ഷത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പോലീസ് ഇടപെട്ടാണ് ഇവരെ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തത്. തൊട്ട് പിറ്റേ ദിവസമാണ്, അതായത് തിങ്കളാഴ്ചയാണ് ഈ സംഘാംഗങ്ങൾ വീണ്ടും വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തുന്നു, ഈ ബാറിനുള്ളിൽ ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത്. ടോം, യെസ്, എന്തായാലും ഈ പോലീസ് ആർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഈ പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ മാത്രമാണോ അതോ ജീവനക്കാർക്കെതിരെയും കേസുണ്ടോ? ബാർ ജീവനക്കാരുടെ, ബാർ മാനേജറുടെയും ബാർ മുതലാളിയുടെയും പരാതിയിന്മേലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തികളെ പോലീസിന് ഏകദേശം ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ വന്നെങ്കിൽ പോലും ആലപ്പുഴ കരുനാഗപ്പള്ളി മേഖലയിലുള്ള ചില ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ളവർ ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടതായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ടോം പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ ഈ പ്രതികൾ പിടിയിലാകും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും വിവരം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും മുഴുവൻ പ്രതികളും ഉടൻ തന്നെ പിടിയിലാകാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്. ടോം, യെസ്, ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? ഒരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ
ലഹരി സംഘത്തിൽപ്പെട്ടവരാണോ ഈ അക്രമികൾ? കാരണം ഇങ്ങനെ ഒരു പ്രകോപനവുമില്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇവർ ആ ബാറിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ് നേരത്തെയും ചെയ്തവർ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. കാരണം യാതൊരു മടിയും കൂടാതെ CCTV ഈ ക്യാമറകൾ അടക്കം ഉണ്ട് എന്നെല്ലാം ബോധ്യമായിട്ടുള്ളവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ എല്ലാം ബോധപൂർവം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ ആ ബാർ കൗണ്ടറിൽ നിൽക്കുന്ന ആളെ ഗ്ലാസ് എടുത്തെറിയുന്നു, കുപ്പി എടുത്തെറിയുന്നു ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മദ്യപിക്കാനായി വന്നവർക്കും ഇത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു ചെറിയ രീതിയിൽ മർദ്ദനം ഏൽക്കുന്ന തരത്തിലുള്ള ദൃശ്യം ഇതെല്ലാം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റിസപ്ഷനിലെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രതികളുടെ, അതായത് ഈ അക്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെ മുഖം വ്യക്തമാണ്. അപ്പോഴാണ് പോലീസിന് ചില സൂചനകൾ ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ക്രിമിനൽ ബന്ധമുള്ളവരാണ് ഈ ഒരു അക്രമം നടത്തിയിരുന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികളെ പിടികൂടി അവരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിനുള്ള തീവ്ര ശ്രമത്തിലാണെന്നാണ് പോലീസിൽ നമുക്ക്. ഇത് മലപ്പുറം രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് പ്രതികൾ എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണോ അതോ മലപ്പുറത്ത് നിന്ന് വന്നവരാണോ? എന്താണ് പോലീസിന് ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഈ പ്രതികൾ എത്തിയിട്ടുണ്ടോ? ഇവരുടെ പശ്ചാത്തലം എന്താണ്? ടോം, ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് പോലീസിന് ചില സൂചനകൾ ലഭ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇത്തരത്തിലുള്ള അടിപിടി കേസുകളെല്ലാം പ്രതികേർക്കപ്പെട്ടവരാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്, വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം രജിസ്ട്രേഷനുള്ള ഒരു കാറിലാണ് ഈ അക്രമി സംഘങ്ങൾ എത്തിയത്. അപ്പോൾ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ ഉടമയെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മലപ്പുറത്തുള്ള ഒരാളാണ്, പക്ഷേ അദ്ദേഹവും ഈ സംഘങ്ങളുമായിട്ട് എന്താണ് ബന്ധം അതിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ ഉടമ തന്റെ സുഹൃത്തിന് ഈ വാഹനം കൊടുത്തിരുന്നു. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നൊക്കെ ഉള്ള ചില വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത്. എന്തായാലും വലിയൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. നമുക്കറിയാം കരുനാഗപ്പള്ളി, ഓച്ചിറ, ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു അക്രമ സംഭവങ്ങൾ, ഗുണ്ടാ സംഘങ്ങളുടെയൊക്കെ നേരത്തെ നടന്ന സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണവും ഒക്കെ മുൻകാലങ്ങളിലുള്ള ചരിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും. ടോം, യെസ്, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ് പട്ടാപ്പകൽ ബാറിൽ കയറി ഗുണ്ട ആക്രമണം ഉണ്ടായത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.